ആശങ്കയാണോ അതോ ആത്മവിശ്വാസമോ? കാലുവാരലും വോട്ട് മറിക്കലും ആരോപണങ്ങളുമായി UDF സ്ഥാനാർത്ഥികളും എത്തുമ്പോൾ വ്യക്തമാകുന്ന ചിത്രം എന്താണ്? ക്ലിയർ കിറ്റിലേക്ക് വീണ്ടും സ്വാഗതം. എനിക്കൊപ്പം ചേരുന്നു ന്യൂസ് 18 കേരളം എഡിറ്റർ രാജീവ് ദേവരാജും. വോട്ടെടുപ്പിന് പിന്നാലെ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ ആദ്യ പ്രതികരണം തേടിയത് മുഖ്യമന്ത്രിയിൽ നിന്നായിരുന്നു. പഴയ കടക്കൂപ്പുറത്തിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വോട്ടിന്റെ പിറ്റേന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചോദ്യങ്ങളുമായി സമീപിച്ച മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ കൽപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മടക്കം. ആദ്യമായിട്ട് നടത്തുന്ന ഒരു പ്രതികരണത്തിന്റെ ഒരു മോഡല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കേൾക്കുമ്പോൾ അത്ഭുതവുമില്ല. പക്ഷേ ഈ ഇലക്ഷന് മുൻപ്, വോട്ടെടുപ്പിന് മുൻപ് വരെ ഇതിനും കട്ടിയുള്ള ചോദ്യങ്ങളുമായി പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴൊക്കെ അതിനെ നേരിട്ട മുഖ്യമന്ത്രിയാണ് ഈ ഒരൊറ്റ ചോദ്യത്തിന് ഇത്രയ്ക്കും ക്ഷോഭം പുറത്തു കാണിച്ചത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഒരുപക്ഷെ പ്രതിപക്ഷം അപ്പുറത്തുനിന്ന് ആരോപിക്കുന്നത് പോലെ അതെന്തെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് സൂചനകൾ നൽകുന്നതാണ്? തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയാണോ എന്ന് നമുക്ക് പറയുന്നതിന് മുൻപ് ഒരു പക്ഷേ കുടുംബാംഗങ്ങളൊക്കെ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കുടുംബാംഗങ്ങളുമായൊക്കെ വരുമ്പോൾ ഇത്തരം ഒരു ചോദ്യം ചോദിച്ചതിലുള്ള അസ്വസ്ഥതയായിരിക്കാം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. പക്ഷേ ഇതിനു മുൻപും കുടുംബാംഗങ്ങളുള്ളപ്പോൾ മറ്റു ചില രാഷ്ട്രീയ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം സമയോചിതമായി അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഇത്ര കർക്കശ സ്വഭാവത്തിൽ മാറി നിൽക്കൂ എന്ന് പറഞ്ഞതും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അത് പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മേഖലയിൽ നിന്ന് വോട്ടുകൾ വന്നു, അല്ലെങ്കിൽ വരാനുള്ള വോട്ടുകൾ വന്നോ, ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ എതിർത്ത്, അതായത് CPM-നെ എതിർത്തോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ എതിർത്തോ ഉള്ള വോട്ടുകൾ ഉണ്ടായോ, മറ്റ് കക്ഷികൾക്ക് അനുകൂലമായുള്ള വോട്ടുകൾ കൂട്ടത്തോടെ ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ CPM-ന് സംവിധാനമുണ്ട്. പലപ്പോഴും ഇത്ര വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വോട്ടിന് ജയിക്കാറില്ല. അങ്ങനെ ജയം അവകാശപ്പെടുന്നിടത്ത് പരാജയപ്പെടാറുണ്ട്. അതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ ചില മേഖലകളിൽ ഉണ്ടാകുന്ന വോട്ട് ചലനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ CPM-ന്റെ സംഘടനാ സംവിധാനത്തിന് കഴിയാറുണ്ട്. അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കലിന് ശേഷം ചില അപായ സൂചനകൾ അല്ലെങ്കിൽ ചില തെറ്റായ സൂചനകൾ കിട്ടിയത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കാരണമായിട്ടുണ്ടാകാം. ഏതായാലും മുഖ്യമന്ത്രി ആ രീതിയിൽ ഒരു പ്രതികരണം നടത്തുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ മൂന്ന് മുന്നണികളും നടത്തി കഴിഞ്ഞിരിക്കുന്നു. വോട്ടിംഗ് ശതമാനം ഏതായാലും കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തൊക്കെയാണ് ഉയർന്നിരിക്കുന്നത്. UDF നേതാക്കൾ സമ്പൂർണ്ണ വിജയം അവകാശപ്പെടുന്നു. അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കാനാണ് LDF നേതാക്കളുടെ നിർദ്ദേശം. അതേസമയം ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് BJP. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഉയർന്ന പോളിംഗ് ശതമാനം ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രീപോൾ അലയൻസ് പാർട്ട്നേഴ്സും കൂടി ചേർന്നാൽ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റുമുട്ടിയ കക്ഷികളാണെങ്കിലും ഈ രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളുമായി അവരെ കൂടി സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഐക്യവുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്നേഹിതന്മാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അവർ ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ അനുകൂലമായ നിലപാട് വന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. 20 ലോക്സഭാ നിയോജകമണ്ഡലങ്ങളും കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും തൂത്തുവാരുമെന്നാണ് ഇത് സംബന്ധമായി ഞാൻ നടത്തിയ വിലയിരുത്തലിൻ്റെ ഫലമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുക. വളരെ ഗുണപരമായ ഒരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം ആരെങ്കിലും തുണയ്ക്കുമെന്നുള്ള പഴയ മുൻവിധി കഴിഞ്ഞു എങ്കിൽ പോലും ഈ നേതാക്കന്മാരുടെ ശരീരഭാഷ കണ്ടുകൊണ്ട് എന്തെങ്കിലും പ്രവചിച്ചാൽ അത് പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടാണ് എന്ന് തോന്നുന്നില്ല. പോളിംഗ് ശതമാനത്തിനപ്പുറം ചില മേഖലകളിൽ നിന്നുണ്ടായ ചില സമൂഹങ്ങളിൽ നിന്ന്, ജനസമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അമിതമായ താല്പര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമെന്ന് തോന്നിപ്പിക്കുന്ന സൂചനകളോ ആണ് ഇപ്പോൾ നേതാക്കളിൽ പലരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾക്ക് കാരണം. അത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ഈ അല്ലെങ്കിൽ ചില മേഖലകളിൽ നിന്നുള്ള ചില ജനവിഭാഗങ്ങളിൽ നിന്നുള്ള
അമിതമായ താല്പര്യമോ അല്ലെങ്കിൽ അമിതമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള താല്പര്യമോ എതിർപ്പോ ഒക്കെ സംബന്ധിച്ചുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ടാകാം. പ്രധാനമായും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് സർക്കാരിന് എതിരായിട്ടും ഒരുപക്ഷെ അത് സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പായിരിക്കില്ല, കേന്ദ്രത്തിൽ ഉള്ള ഒരു പുതിയ സർക്കാർ വരണം, അത് കോൺഗ്രസ് സർക്കാർ വരണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാകാം. ഈ രീതിയിലുള്ള ഒരു ചലനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു പ്രാഥമികമായ വിലയിരുത്തലുണ്ട്. ഇത് UDF ക്യാമ്പിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്നുമുണ്ട്. ഏതായാലും വോട്ട് എണ്ണുന്നവരെ കാത്തിരിക്കണം. ഇത് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് UDF നേതാക്കൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ BJP കുറിച്ചാണെങ്കിൽ BJP ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് 1-2 സീറ്റുകളിലെങ്കിലും വിജയിക്കാമെന്നുള്ളത്. അതിൽ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് പത്തനംതിട്ട, തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിലാണ്. അവിടെയും പക്ഷേ മറ്റ് മുന്നണികൾ എത്ര വോട്ട് പിടിക്കും, നിലവിലുള്ള MP-മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു, അത് കുറയുന്നുണ്ടോ, ഇടതുപക്ഷം അത് പത്തനംതിട്ടയിൽ വീണ ജോർജ് ആയാലും തിരുവനന്തപുരത്ത് സി ദിവാകരനായാലും എത്രത്തോളം UDF വോട്ടുകൾ അധികമായി പിടിക്കും, അല്ലെങ്കിൽ BJPക്ക് വോട്ടുകൾ നിഷേധിക്കുന്ന തരത്തിൽ അവർ വോട്ടുകൾ പിടിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഏതായാലും BJP ക്യാമ്പും അമിതമായ പ്രതീക്ഷയിൽ തന്നെയാണ്, ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷെ അതൊരിക്കലും പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടല്ല. വോട്ടുകൾ സ്പ്ലിറ്റ് ആവുന്നത്, വോട്ടുകളുടെ ഏകീകരണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ജനവിഭാഗങ്ങളുടെ വോട്ടുകളുടെ ഏകീകരണം, ഇത്തരം കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുക. ഏതായാലും അവസാന ട്വിസ്റ്റ് പോലെ സംഭവിച്ച ആ രാഹുൽ ഫാക്ടർ, ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം തങ്ങൾക്ക് ഗുണകരമാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. UDF ക്യാമ്പിൽ അത്തരത്തിലുള്ള ആത്മവിശ്വാസം തീർച്ചയായും ഉണ്ട്. അതിപ്പോൾ AK ആന്റണിയുടെ വാക്കുകളിലാണെങ്കിലും അത് വളരെ വ്യക്തമായി പുറത്തു വന്നതാണ്. പക്ഷേ AK ആന്റണി പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ കോൺഗ്രസിനും നിലവിലുള്ള കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾക്കും ചേർന്ന് 272 എന്ന ഒരു മാജിക് ഫിഗറിലേക്ക് എത്താമെന്ന കാര്യത്തിലുള്ള ആത്മവിശ്വാസം അദ്ദേഹം വാക്കുകളിൽ പോലും പ്രകടിപ്പിക്കുന്നില്ല. എന്നാൽ മതേതര സർക്കാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒരു നമ്പർ ലഭിക്കുന്നതിന് മതനിരപേക്ഷ കക്ഷികൾ ഒന്നു ചേർന്ന് വരണം, അവരോട് അയിത്തമില്ല എന്ന് പറയുന്നു. ആ അയിത്തമില്ല എന്ന പ്രഖ്യാപനം ഇവിടുത്തെ CPM അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ്. അതിപ്പോൾ ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസിനോടാകാം, ഒറീസയിലെ BJD ബിജു ജനതാദളിനോടാകാം, മറ്റ് ഈ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിനോടാകാം. ഇങ്ങനെ ഈ സഖ്യത്തിൽ ചേരാതെ പുറത്തു നിൽക്കുന്ന എന്നാൽ മതനിരപേക്ഷ സർക്കാർ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കക്ഷികളോടെല്ലാം ചേർത്താണ് AK ആന്റണി ഇത് പറയുന്നത്. അതൊരു കാര്യമുണ്ട്. അതിനപ്പുറം രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എങ്കിൽ പോലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ BJP സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധമുയർത്തുന്ന നേതാവ് എന്ന രീതിയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അത്തരത്തിൽ ഒരു അഭിനിവേശം അല്ലെങ്കിൽ താല്പര്യം കോൺഗ്രസിനോട് കാണിച്ചിട്ടുണ്ടാകാം എന്നാണ് UDF നേതാക്കൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BJPയുടെ കാര്യം നേരത്തെ ഒന്ന് പരാമർശിച്ചു എങ്കിലും ഇപ്പോൾ ഒരു വശത്ത് ന്യൂനപക്ഷ വോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ മറുവശത്ത് BJP മുന്നോട്ട് വെച്ച ചില അജണ്ടകൾ അത് ക്ലിക്കായതിന്റെ ആത്മവിശ്വാസമോ അതോ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളെല്ലാം കണ്ട ഉയർന്ന പോളിംഗ് ശതമാനമോ, ഇത് ഏത് ഘടകത്തിലാണ് BJP കാണിക്കുന്ന ആത്മവിശ്വാസം? പോളിംഗ് ശതമാനം ഉയർന്നതിന് കാരണം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് ശക്തമായ നിർണായകമായ സ്വാധീനമുള്ള മേഖലകളിൽ അത്തരം മേഖലകളിൽ കൂടുതലായി പോളിംഗ് ഉയർന്നിട്ടുണ്ട്. അത് മലബാറിൽ അതുപോലെ തന്നെ തെക്കോട്ട് വരുമ്പോഴും ആ മേഖലകളിലാണ് കൂടുതൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുള്ളത് എന്ന് നമുക്ക് പൊതുവെ കാണാവുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു കാര്യം. എന്നാൽ ഇത്തരത്തിലുള്ള ഏകീകരണം ഒരു വിഭാഗത്തുണ്ടാകുമ്പോൾ ഇപ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് പോലുള്ള ഭൂരിപക്ഷ ഏകീകരണം മറുവശത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വശത്തേക്ക് വോട്ടുകൾ പോകുന്നതിന് തുല്യമായി തന്നെ അല്ലെങ്കിൽ തുല്യമായോ ഏതാണ്ടൊക്കെ തുല്യമായ രീതിയിൽ മറുവശത്തും ഏകീകരണം ഉണ്ടാകും. അത്തരത്തിലുള്ള ഏകീകരണം സഹായിക്കും എന്ന് തന്നെയാണ് BJPയും NDAയും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുന്നണികൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ വോട്ടെടുപ്പിന് പിന്നാലെ വോട്ട് മറിക്കലിന്റെയും കാലുവാരലിന്റെയും കള്ളവോട്ടിന്റെയും ആരോപണങ്ങളുമായി UDF സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുകയും ചെയ്തു. പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണ് ആദ്യം രംഗത്തെത്തിയത്. ഉയർന്ന പോളിംഗിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും തനിക്കെതിരെ ഗൂഢാലോചന നടന്നതായി ശ്രീകണ്ഠൻ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊട്ടു പിന്നാലെ K സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും CPMനെതിരെ കള്ളവോട്ട് ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും കള്ളവോട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് K സുധാകരൻ പറഞ്ഞത്. തലശ്ശേരിയിലും കൂത്തുപറമ്പിലും വ്യാപകമായ കള്ളവോട്ട് നടന്നതായി മുല്ലപ്പള്ളിയും ആരോപിച്ചു. വളരെ വ്യക്തമായിട്ട് എനിക്കെതിരായിട്ട് തുടക്കം മുതൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ 20 സ്ഥാനാർത്ഥികൾ UDFിലുണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ഗൂഢാലോചന നടന്നത് എനിക്കെതിരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചില കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഗൂഢാലോചന നടത്തി. അത് രാഷ്ട്രീയ എതിരാളികളാണ്, മുന്നണിയെയും പാർട്ടിയെയും ഭയക്കുന്നവരാണ്. എൻ്റെ വിജയ സാധ്യത ഭയന്നിട്ടാണ്. ഇത്രയേറെ ഭരണം ദുരുപയോഗം ചെയ്ത്
തെരഞ്ഞെടുപ്പ് രംഗത്ത് LDF നേട്ടം കൊയ്യാൻ ഉണ്ടാക്കി വെച്ച ഒരു സെറ്റപ്പ് കണ്ണൂർ ജില്ലയിൽ ഇതാദ്യമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇത്ര അനാഥമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കള്ളവോട്ട് വ്യാപകമായി ചെയ്തു. നമ്മൾ വളരെ സീരിയസ് ആയി കള്ളവോട്ടിൻ്റെ കണക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. 2-3 ദിവസം കൊണ്ട് നമ്മളിത് പൂർത്തിയാക്കും. നമ്മളതിൽ എല്ലാ എവിഡൻസും ഉണ്ട്. ഈ പറയുന്ന കള്ളവോട്ട് ഈ 10 മണി 10:15 11 മണിക്കും ചെയ്തതൊക്കെ നമ്മളെ കയ്യിൽ വീഡിയോ ഉണ്ട്. വീഡിയോ വെച്ച് തന്നെ നമ്മൾ ജയിച്ചാലും തോറ്റാലും ഈ ഇലക്ഷൻ റിസൾട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി വി വിൽ പ്രൊസീഡ് ലീഗലി. കള്ളവോട്ട് ശരിക്കും നടന്നിട്ടുണ്ട്. പട്ടിയുടെ വാല് 12 കാലം കുഴയിലിട്ടാലും കുഴയെടുക്കുമ്പോൾ വാല് വളഞ്ഞേയിരിക്കൂ. മാർക്സിസ്റ്റുകാരെ നന്നാക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും വിചാരിച്ച് നടക്കൂ? കള്ളവോട്ട് ശരിക്കും നടന്നിട്ടുണ്ട്. ആ കള്ളവോട്ടിനെ അതിജീവിക്കാൻ ആവശ്യമായ വോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വീടും പരിസരത്തുമുള്ള ബൂത്തുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ എത്രത്തോളം കള്ളവോട്ടുകൾ നടന്നു എന്ന കാര്യം അവിടെ CCTV ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. അതിലൊറ്റ ഉദാഹരണങ്ങളേറെയുണ്ട്. തലശ്ശേരിയിലും പ്രാന്തപ്രദേശത്തും ഈ പറഞ്ഞതുപോലെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. കൂത്തുപറമ്പ് നിയോജകരുടെ പല ഭാഗത്തും നടന്നിട്ടില്ല. അതാണ് പരമാർത്ഥം. പരാതികളെല്ലാം UDF സ്ഥാനാർത്ഥികളുടേതാണ്. പാലക്കാട് നിന്ന് തുടങ്ങിയാൽ രാഷ്ട്രീയ എതിരാളികളാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് VK ശ്രീകണ്ഠൻ പറയുന്നു. മുന്നണിക്കകത്തോ പാർട്ടിക്കകത്തോ അല്ല പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കൃത്യമായും ഇടതുപക്ഷത്തെയാണ്. അവിടെ എതിർ പ്രവർത്തനം VK ശ്രീകണ്ഠനായ എതിരെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് VK ശ്രീകണ്ഠൻ തിരിച്ചറിയുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പാർട്ടിക്കുള്ളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ VK ശ്രീകണ്ഠന് അതിപ്പോൾ തുറന്നു പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഫലത്തിൽ VK ശ്രീകണ്ഠൻ പറഞ്ഞു വെക്കുന്നത് തനിക്കെതിരെ ഒരു പ്രവർത്തനം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മാത്രമാണ് പറയുന്നത്. UDFനും അല്ലെങ്കിൽ കോൺഗ്രസിനും ഉള്ളിൽ നിന്ന് അത്തരമൊരു പ്രവർത്തനം ഉണ്ടായില്ല എന്ന് VK ശ്രീകണ്ഠൻ ഇപ്പോൾ തുറന്നു പറയുമ്പോഴും യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു പിന്തുണ പൂർണ്ണമായിട്ട് തനിക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യത്തിലുള്ള VK ശ്രീകണ്ഠൻ്റെ പരാതിയാണ് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. അവിടെ പല ഭാഗങ്ങളിലും നേരത്തെ തന്നെ പാലക്കാട് പല മേഖലകളിലും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചേരിതിരിവും അത്തരം പ്രശ്നങ്ങളുമൊക്കെ പാലക്കാട് ഒരു നിരന്തരമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തുന്ന ഘട്ടമൊക്കെ ഉണ്ടായിട്ട് പോലും പാലക്കാട് കോൺഗ്രസിന് ഇപ്പോഴും ജയിക്കാൻ കഴിയാത്തത്. 1991 ശേഷം ജയിക്കാൻ കഴിയും. 91 അവസാനം വിജയിച്ചത്. അതിനുശേഷം വിജയിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. പാലക്കാട് ആ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നതാണ് എന്ന് കരുതാം. കാസർഗോഡ് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ സമാനമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കാസർഗോഡ് പ്രചാരണ സമയത്ത് തന്നെ ആരോപണങ്ങൾ ഉയർന്നതാണ് ഈ കോർഡിനേഷൻ ഇല്ലായ്മയെക്കുറിച്ചൊക്കെ. പക്ഷേ കണ്ണൂരിൽ നിന്ന് K സുധാകരനെ പോലുള്ള ഒരു നേതാവും ആ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചു. കണ്ണൂരായാലും കാസർഗോഡായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലോ ഏത് സമയത്തും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കള്ളവോട്ട് ആരോപണം. അത് ജയിച്ചാലും തോറ്റാലും CPM-നെതിരെ കള്ളവോട്ട് ആരോപണം എന്നുള്ളത് സ്വാഭാവികമായും മലബാർ മേഖലയിലെ എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അത് എത്രയോ നാളുകളായി തുടർന്നു വരുന്ന ഒരു കാര്യവുമാണ്. ഇപ്പോൾ K സുധാകരൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്, ജയിച്ചാലും തോറ്റാലും കള്ളവോട്ടിനെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം. അവിടെ ആദ്യമായി ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തോറ്റപ്പോൾ ഇദ്ദേഹവും ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിനൊപ്പം K സുധാകരന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര രീതിയിലുള്ള പിന്തുണ ഉണ്ടായില്ല എന്നുള്ള കാര്യവും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത് ഫലപ്രദമായി എന്തെങ്കിലും ഒരു നടപടിയിലൂടെ തടയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ജയിച്ചു വന്ന ഏതെങ്കിലും ഒരു CPM സ്ഥാനാർത്ഥിക്കെതിരെ കള്ളവോട്ടിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു നടപടി എടുക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം വാസ്തവമാണ്, അവിടെ കള്ളവോട്ട് നടക്കുന്നുണ്ട്, ഒരുപക്ഷെ ഇപ്പോഴും നടന്നിട്ടുണ്ടാകാം. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒരു നടപടിയിലേക്ക് കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ് പ്രശ്നം. കള്ളവോട്ട് വ്യാപകമായി നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനിയും കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികൾ പരാതി കൊടുത്താണ് അതിൻ്റെ തെളിവടക്കം കൊണ്ടുവന്നാണ് അതിൻ്റെ മേൽ ഒരു നടപടി ഉണ്ടാകേണ്ടത്. കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ചിലതൊക്കെ പരാജയ ഭീതിയുടെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. അങ്ങനെ പറയാതിരിക്കാനും കഴിയാത്തൊരവസ്ഥയാണ്. മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ഇതിനെ കാണാം. ഇപ്പോൾ കണ്ണൂരിൽ വളരെ ശക്തമായ മത്സരമാണ് നടന്നത്. അതുപോലെ തന്നെ കാസർഗോഡും ശക്തമായ മത്സരം എന്ന ഒരു പ്രതീതി മൊത്തത്തിൽ ഉണ്ടായിരുന്നു. ശക്തമായ മത്സരം കൊടുക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ
വോട്ട് വീണ് കഴിയുമ്പോൾ നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളിലൂടെ ബൂത്ത് ലെവലിൽ പ്രവർത്തിച്ച പ്രവർത്തകരിലൂടെയൊക്കെ എത്ര വോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിജയസാധ്യത ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു സൂചന ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ണൂരിൽ നിന്നോ അതല്ലെങ്കിൽ പാലക്കാട് നിന്നോ കാസർഗോഡ് നിന്നോ ഒന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടുണ്ടായിട്ടില്ല? ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ പറയും കള്ളവോട്ട് ചെയ്തതിലുള്ള ആത്മവിശ്വാസത്തിൽ അവർ വിജയം കണക്കുകൂട്ടുന്നത് കൊണ്ടാകാം അവർ പ്രതികരിക്കാത്തത് എന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായും വിജയം സുനിശ്ചിതം എന്ന അവസ്ഥ കണ്ണൂരിലോ അല്ലെങ്കിൽ കാസർഗോട്ടോ ഒന്നും നിലവില്ല. കാസർഗോട്ടിലെങ്കിലും കണ്ണൂരിൽ അങ്ങനെ വിജയം സുനിശ്ചിതമായ ഒരു അവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മിണ്ടാതിരിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രം ഇത്തരത്തിലുള്ള പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് മുൻകൂർ ജാമ്യം എടുക്കലാണോ എന്ന ചിന്ത നമുക്കുണ്ടാകുന്നത്. നടൻ മമ്മൂട്ടിയെ വിമർശിച്ച് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം. മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന മമ്മൂട്ടിയുടെ പ്രസ്താവന അപക്വമാണെന്ന് കണ്ണന്താനം പറഞ്ഞു. വോട്ട് ചെയ്യാനെത്തിയ മമ്മൂട്ടി എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ പി രാജീവിനെയും UDF സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡനെയും ചേർത്ത് പിടിച്ച് ഇരുവരും മികച്ചവരാണെന്ന് പറഞ്ഞതാണ് NDA സ്ഥാനാർത്ഥിയെ പ്രകോപിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന പാടില്ലായിരുന്നു. പ്രസ്താവനയെക്കുറിച്ച് കണ്ണന്താനത്തിന്റെ മകൻ മമ്മൂട്ടിയെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടും നിലപാട് മാറ്റാൻ മമ്മൂട്ടി തയ്യാറായില്ലെന്നും കണ്ണന്താനം പറയുന്നു. മമ്മൂട്ടി വോട്ടിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളെ രണ്ട് സൈഡിൽ നിർത്തിയിട്ട് ഇവർ നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മൂന്നാമത് സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയായ ഞാൻ അൽഫോൺസ് കണ്ണന്താനം 40 വർഷം പൊതുജീവിതത്തിലുണ്ടായത് ഞാൻ കൊള്ളൂലെന്നുള്ളൊരു മെസ്സേജല്ലേ കൊടുക്കുന്നത്. അതേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഇമ്മച്യൂരിറ്റി ആണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ മകൻ പോയി സംസാരിച്ചു പുള്ളിയോട്. പുള്ളിയോട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ ഒരു അധികാരമാണ്, അവകാശമാണ്. നമ്മളെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. അത് അവരുടെ മേന്മയും അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അവരത് ഒരുപക്ഷെ പ്രതിനിധിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. ഈ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പല സ്ഥാനാർത്ഥികളും ഈ പരസ്പരം മത്സരിക്കുന്നവർ ജയിച്ചു വരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ചെയ്യാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. വോട്ട് നമ്മുടെ അധികാരമാണ്, അവകാശമല്ല, അധികാരമാണ്. കൂടെ വോട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്നത് ഈ രണ്ടുപേരാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് മമ്മൂട്ടി പറയുന്നു. ഇതിനകത്ത് അൽഫോൺസ് കണ്ണന്താനം പറയുന്ന പോലെ അപക്വമായ എന്താണ് ഉള്ളത്? ഇന്നലെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഇവർ രണ്ടുപേരും മമ്മൂട്ടി അവിടെ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പി രാജീവും അതുപോലെ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡനും അവിടെ ഉണ്ടായിരിക്കുന്നു. അവർ മമ്മൂട്ടിയെ അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ ഇന്നലെ കണ്ടു. പുറത്തു വന്ന മമ്മൂട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇവർ അവിടെ സന്നിഹിതരായിരുന്നു. ഇവിടെ അവരുടെ പ്രസൻസ് അവിടെയുണ്ട്, അവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് മമ്മൂട്ടി ഈ കാര്യങ്ങൾ പറയുന്നു. ഇവർ രണ്ടുപേരും മികച്ചവരാണ് എന്നുള്ളത് പറയുന്നു. എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു നല്ല സന്ദേശം നൽകുകയായിരുന്നു. അത് വോട്ട് എന്ന് പറയുന്നത് അധികാരമാണ് എന്ന് മമ്മൂട്ടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഒരു മമ്മൂട്ടി എന്തെങ്കിലും ദുഷ്ടലാക്കോടെ അല്ലെങ്കിൽ ഒരാളെ മാത്രം ഒഴിവാക്കുക എന്ന രീതിയിൽ കണ്ടു എന്ന് പറയാൻ കഴിയില്ല. അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ഇത്രയും ഒരു ഈ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ഇവരുടെ ആരുടെയും സാന്നിധ്യം ഇല്ലാതെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് മമ്മൂട്ടി പറയുമ്പോൾ ഇതിൽ അൽഫോൺസ് കണ്ണന്താനത്തെ മാത്രം ഒഴിവാക്കിയിരുന്നെങ്കിൽ അൽഫോൺസ് കണ്ണന്താനം പറയുന്ന ഈ വിമർശനത്തെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഏതായാലും അൽഫോൺസ് കണ്ണന്താനം വളരെ ക്ഷുഭിതനായിട്ട് ഉള്ള പരാമർശമാണ് മമ്മൂട്ടിക്കെതിരെ നടത്തിയത്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം കണ്ട് കൂടി നോക്കണം. കുട്ടികളെ കണ്ട് ജനങ്ങളെ കണ്ട് കെട്ടിപ്പിടിച്ച് ഇലക്ഷനപ്പുറത്ത് ഒരു ലോകമുണ്ടെന്ന് താൻ മനസ്സിലാക്കി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഞാൻ ശരിക്കും പറഞ്ഞ് ഇവിടുത്താണ്. പക്ഷേ ഞാനിവിടെ അധികമൊന്നും യാത്ര ചെയ്തിട്ടില്ല. എനിക്ക് ഈ മണ്ഡലത്തെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ പ്രചരണം വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം 3 ആഴ്ചയെ എനിക്ക് സമയം കിട്ടുള്ളൂ. പല സ്ഥലങ്ങളിലും പോകാൻ സാധിച്ചു, കുറേ സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചു, ഒത്തിരി നല്ല ആൾക്കാരോട് സംസാരിക്കാൻ സാധിച്ചു, ഒത്തിരി കൊച്ചുകുട്ടികളെ കണ്ടു. അത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചു ഞാൻ ഈ ഇലക്ഷനിൽ നല്ലൊരു രസകരമായ ഒരു പ്രചാരണം ആക്കാൻ പോകുന്നു. അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ ജനങ്ങളെ കാണുക, സംസാരിക്കുക, കുട്ടികളെ കാണുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക. ഇലക്ഷൻ അപ്പുറത്തൊരു ലോകമുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇലക്ഷൻ ഇടയ്ക്ക് ഓടാൻ പോകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ
ഈ ഇലക്ഷനല്ല നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും അവസാനവും ഒന്നും. ഇതിൻ്റെ ഒരു ഭാഗമാണ്. അത് നല്ല ചെയ്യുമ്പോൾ ഭംഗിയായി ചെയ്യുക, ആസ്വദിച്ച് ചെയ്യുക. പ്രചാരണം വളരെ രസകരമായിട്ടാണ് താൻ കൊണ്ടു നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് മാത്രമല്ല, തന്നെ ട്രോളു, സമ്മാനമായിട്ട് തൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ഒരു പരാമർശത്തിൽ ഇത്രയ്ക്ക് പെട്ടെന്ന് സെൻസിറ്റീവായി. ഇത് രണ്ടും അൽഫോൺസ് കണ്ണന്താനമാണോ എന്ന് സംശയം തോന്നും. ഇത്ര നിർമ്മമതയോടെ അദ്ദേഹം പറയുന്നു ഇത് ഇലക്ഷനപ്പുറത്ത് ഒരു ലോകം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു എൻജോയ് ചെയ്യുകയായിരുന്നു, ആളുകളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അല്ലാതെ ഇലക്ഷൻ മാത്രമല്ല കാര്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന് പറയുന്ന അൽഫോൺസ് കണ്ണന്താനമാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മമ്മൂട്ടിയെ വിമർശിച്ചത്. അതിനോടൊപ്പം അങ്ങനെ മമ്മൂട്ടിയെ വിമർശിക്കുമ്പോൾ ഒരുപക്ഷെ കേരളം കണ്ട മറ്റൊരു കാര്യമുണ്ട്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മോഹൻലാലിനെ കാണാൻ പോകുന്നു. മോഹൻലാലും സുരേഷ് ഗോപിയുമായി സംസാരിക്കുന്നു. അവർ പുറത്തിറങ്ങി വന്ന് ദീർഘനാളായിട്ടുള്ള സുഹൃത്തുക്കളാണ്, അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് മോഹൻലാൽ പറയുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിനും അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി TN പ്രതാപനും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞ അതേ പരാതി ഉന്നയിക്കാം. ഇവിടെ അതൊന്നുമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മമ്മൂട്ടി 2 സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. അതിൽ അൽഫോൺസ് കണ്ണന്താനം ഇത്ര ക്ഷുഭിതനാകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിനെ ഒന്നും ഒരു വലിയ ഇതാണ് അവസാനം എന്നുള്ള രീതിയിൽ കാണാതെ വളരെ എൻജോയ് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അൽഫോൺസ് കണ്ണന്താനം എന്തുകൊണ്ടാണ് പെട്ടെന്ന് മമ്മൂട്ടിയിൽ മാത്രം ഇത്ര വലിയൊരു ഒരു മമ്മൂട്ടിയുടെ പരാമർശത്തിൽ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മികച്ചവരാണ് എന്ന് പറഞ്ഞതിൽ ഇത്ര വലിയ ഒരു കുഴപ്പം കണ്ടെത്തിയത് എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. സുരേഷ് കല്ലട ബസ്സിൽ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെ ഉണർന്ന് പ്രവർത്തിച്ച ഗതാഗത വകുപ്പ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. വഴിയിൽ നിർത്തി യാത്രക്കാരെ കയറ്റുക, പാഴ്സൽ കയറ്റുക തുടങ്ങിയ വ്യാപക ക്രമക്കേടുകളും കണ്ടെത്തി. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ നിയമലംഘനം നടത്തിയ 46 ബസ്സുകൾക്ക് നോട്ടീസ് നൽകി. അതിനിടെ കല്ലട ബസ് കമ്പനി ഉടമ സുരേഷ് കല്ലട നേരിട്ട് ഹാജരാക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മർദ്ദനമേറ്റ യുവാക്കളിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഈ ഒരു സംഭവത്തിന് ശേഷം സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന ക്രമക്കേടുകൾ ഒരു പരിധിവരെ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മുടെ വാർത്തയിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ, ഇവർ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഗതാഗത വകുപ്പ് ഉണർന്നു പ്രവർത്തിക്കുന്നു. ഈ കാര്യത്തിൽ ഈ സ്വകാര്യ ബസ്സുകളുടെ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സർവീസ് നടത്തുന്ന ഇത്തരം സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിൽ ഗതാഗത വകുപ്പ് ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമായിരുന്ന ഒരു കാര്യമാണ്. ഇത്തരം ഒരു സംഭവത്തോടു കൂടിയാണ് ഗതാഗത വകുപ്പ് ഇപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ പോകുന്നത്. അപ്പോൾ ഇത്രയും നാളുകളായി പാഴ്സലുകൾ കടത്തിയിരുന്നതിനകത്ത് നിയമലംഘനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെയാണ്, നിയമവിരുദ്ധമായാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അവരുടെ മറ്റു പല കാര്യങ്ങളും വേണ്ടത്ര അനുമതി ഇല്ലാതെയാണ് ചെയ്തിരുന്നത്. യാത്രക്കാർക്ക് നിരന്തരമായ പരാതികൾ ഉണ്ടായിരുന്നു. യാത്രക്കാരെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ദേഹോപദ്രവം ചെയ്യുന്നതോ മോശമായി പെരുമാറുന്നതോ ആയിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു പക്ഷേ ഗതാഗത വകുപ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമോ ഉദ്യോഗസ്ഥ സ്വാധീനമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ആരും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജനങ്ങളുടെ യാത്രക്കാരുടെയും ഒക്കെ എതിർപ്പുകളും അവരുടെ അസൗകര്യങ്ങളും അവഗണിച്ചുകൊണ്ട് ഈ ഒരു സംഘം, അത് ഏതെങ്കിലും ഒരു സർവീസ് മാത്രമല്ല, ഈ സർവീസ് നടത്തുന്ന ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന മറ്റ് ഏത് കമ്പനികളായാലും ഈ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് ഇപ്പോൾ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ട് മാത്രം കാര്യമല്ല, ഈ നിയന്ത്രണം തുടരുകയും യാത്രക്കാർക്ക് പരാതി ഇല്ലാതാക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത്രയും സ്വകാര്യ ബസ്സുകൾക്ക് ഈ രീതിയിൽ സർവീസ് നടത്താൻ കഴിയുമെങ്കിൽ നമ്മുടെ പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ KSRTCക്കോ മറ്റേതെങ്കിലും അല്ലെങ്കിൽ KURTC തുടങ്ങിയ പല സ്ഥാപനങ്ങൾ ഇപ്പോഴുണ്ട്. അതല്ല എങ്കിൽ ഇത്തരത്തിൽ ദീർഘദൂര സർവീസുകൾ നടത്താൻ വേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയാൽ തന്നെയും തെറ്റില്ല. ഏതായാലും ഗവൺമെന്റിന് കണ്ണു തുറക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഏതായാലും പോളിംഗ് ചൂട് മാത്രമേ തീർന്നിട്ടുള്ളൂ. കാലുവാരൽ വിവാദങ്ങളും പുതിയ വാർത്തകളും ഒക്കെ വരാനിരിക്കുന്നതേയുള്ളൂ, കാണാനിരിക്കുന്നതേയുള്ളൂ കേരളം വരും ദിവസങ്ങളിൽ. അതുമായി വരാം. ഇനി ക്ലിയർ കട്ട് വീണ്ടും പൂർണ്ണമാകുന്നു ഇവിടെ. നമസ്കാരം.